അപ്പോൾ ഇപ്പൊ കളിക്കളത്തിൽ ഇറങ്ങാൻ ആളില്ല. അണ്ണ ഇങ്ങനെ കുറെ നാളുകൊണ്ട് ആലോചിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ 9 ഭീകരതാവളങ്ങൾ തീർത്തു. കുടുംബത്തിലെ 10-15 എണ്ണത്തിന് ഒറ്റയടിക്ക് കൂറികളുടെ അടുത്തേക്ക് അയച്ചു. ഇനി എൻ്റെ പിൻഗാമിയായി ആരുണ്ട് എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം നീ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞങ്ങൾക്ക് ഇന്ത്യയെ പേടിയാണ്, ഞങ്ങളെ വിളിക്കല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറി. അപ്പോഴുണ്ട് അണ്ണൻ നോക്കി ഈ പെണ്ണുങ്ങളെ, വേറെ ജോലിയൊന്നുമില്ലല്ലോ അവിടുത്തെ പെണ്ണുങ്ങൾക്ക്, കിടക്കുക, ആഹാരം ഉണ്ടാക്കുക, ഇവൻ്റെയൊക്കെ കൂടെ കിടക്കുക, ആഹാരം ഉണ്ടാക്കുക, ഇത് മാത്രമാണല്ലോ പണി. ആഹാ നീയൊക്കെ ചുമ്മാ ഇരുന്ന് തിന്നെയാണ് അല്ലേ, അങ്ങനെ ഇപ്പൊ സ്വീച്ച് മാത്രം നീയൊക്കെ തിന്നണ്ട, ഞങ്ങളെ പോലെ 4-5 വെടികൾ നീയൊക്കെ കൊള്ളു എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇരുന്ന പെണ്ണുങ്ങളെ കൂടി അങ്ങേരുതാ പിന്നെ ഇതിലേക്ക് വിളിച്ചെടുക്കുകയാണ്. എന്തോതിലേക്കാണ്? ഭീകരവാദത്തിലേക്ക്. അല്ലാതെ മറ്റേ ഇന്റർനാഷണൽ അവാർഡ് അല്ല, പാകിസ്ഥാന്റെ പരമോന്നത അവാർഡ് വാങ്ങിക്കാനൊന്നും അല്ല, അല്ലെങ്കിൽ ലോകത്തിന്റെ വല്ല സമാധാനത്തിന്റെ പരമോന്നത അവാർഡ് വാങ്ങിക്കാനൊന്നും അല്ല, ഭീകരവാദത്തിലേക്ക് വിളിച്ചിറക്കുകയാണ്. ഈ വിളിച്ചിറക്കുന്ന പെണ്ണുങ്ങൾ ആരൊക്കെയെന്ന് അറിയണ്ടേ? അതായത് ഈ മസൂദ് അസറിന്റെ സഹോദരൻ ഈ യൂസഫ് അസർ മരണപ്പെട്ടു. ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കാലപരിക്ക് അയച്ചതാണ്. ഈ യൂസഫ് അസറിന്റെ ഭാര്യയും ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു സഹോദരിയുമായ സാദിയ അസറാണ് ഇതിന്റെ തലവത്തി. നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ആരായിരുന്നു? നമ്മുടെ 26 നമ്മുടെ സഹോദരങ്ങളെ തീർത്ത പാകിസ്ഥാന്, അതായത് നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ച ഓരോ ഭീകരവാദികൾക്കും, മായ്ച്ചു കളഞ്ഞ ഓരോ ഭീകരവാദികൾക്കും മറുപടി കൊടുത്തത് വ്യോമിക സിംഗിന്റെയും സോഫിയ ഖുറേഷിയുടെയും നേതൃത്വത്തിലുള്ള നമ്മുടെ വീര സൈനികരായിരുന്നു. അപ്പോൾ ആ സൈനികർ, നമ്മുടെ സ്ത്രീകൾ എന്തിനാണ് ശത്രുരാജ്യത്തിനെതിരെ പോരാടാനും, നമ്മുടെ ഒരുപാട് സ്ത്രീകൾ ഇന്ത്യൻ സൈന്യത്തിലുണ്ട്. അവരോടൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഈ സമയത്ത് നൽകണം. കാരണം അവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മുടെ പുലിക്കുട്ടികളാണ് അവരൊക്കെ. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക്, നമ്മുടെ പുരുഷന്മാരായ സൈനികരുണ്ട് കേട്ടോ, എന്നാൽ സൈനികരെ നമ്മളങ്ങനെ വേർതിരിച്ചിട്ടില്ല, ആണ് പെണ്ണെന്നൊന്നും വേർതിരിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സ്ത്രീകൾക്ക് അത്രത്തോളം ധൈര്യം കൊടുത്ത്, ധൈര്യമായിട്ട് നിങ്ങൾ മുന്നേറിക്കുക, അവനെയൊക്കെ പാരിപ്പിളക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സർക്കാർ അങ്ങോട്ട് മുന്നോട്ട് നിന്നപ്പോൾ നമ്മുടെ വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും ഒക്കെ അങ്ങോട്ട് വന്ന് പത്രസമ്മേളനമൊക്കെ നടത്തുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെയൊക്കെ പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മുടെയൊക്കെ രോമം എണീച്ച് നിന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്.